വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്ക് ഇന്നൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. ലൈബ്രറി നല്ല ഉറക്കമാണ്. അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്താക്കിയിട്ട് പോന്നു. ഞാൻ വിചാരിച്ചു ചായ വയ്ക്കാമെന്ന്. അവളെ ഇത്ര നേരം ഞാൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ചേഞ്ചിന് വേണ്ടി ഞാൻ അവളെ ബെഡിൽ കൊടുത്തു. എന്നിട്ട് കുറേ നാളെ ചായയൊക്കെ വെച്ചിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ച് ചായ വയ്ക്കാമെന്ന്. സോ നമുക്ക് ഇന്നൊരു ഈവനിങ് വ്ളോഗ് കാണാം. സോ അത് ചായ വയ്ക്കൽ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഞാൻ ചായ വയ്ക്കാനായിട്ട് പാലക്കെടുത്ത് ഒഴിക്കുന്നുണ്ട്. കുറേ നാളെന്ന് പറഞ്ഞാൽ ആ ക്യാരിങ് ആയപ്പോൾ തന്നെ പിന്നെ വലിയ കാര്യമായിട്ട് കിച്ചണിൽ കയറലോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പം എന്താണോ കുറച്ച് കുക്ക് ചെയ്യാനൊക്കെ ഒരു ഇൻട്രസ്റ്റ് വരും. ബട്ട് റെസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് തീരാത്തതുകൊണ്ട് എന്നെ കിച്ചണിലേക്ക് അടുപ്പിക്കാറില്ല കേട്ടോ. പിന്നെ ഇന്ന് എനിക്ക് ലൈൻ എടുത്തിട്ട് എനിക്ക് മതിയായി. അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു ഞാൻ ചായ വയ്ക്കാം, അമ്മ കുറച്ചേരം ലൈൻ എടുത്തിരിക്കുക പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ചായ വയ്ക്കാൻ വന്നത് കേട്ടോ. അപ്പോൾ ചായ വയ്ക്കാനുള്ള സെറ്റപ്പാണ്. എനിക്ക് ഈ ചായയിൽ എന്താ പറയുക നമ്മുടെ ഏലക്കായ ഇടണം ഭയങ്കര താല്പര്യമാണ്. എനിക്കിഷ്ടമാണ്. ഇവിടെ ഉള്ളവർക്ക് അതിനെക്കുറിച്ച് വലിയ താല്പര്യമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ബട്ട് ഞാൻ എപ്പോൾ ചായ വെച്ചാലും എൻ്റെ ഇഷ്ടം നോക്കി ഞാൻ അതൊക്കെ ഇടും കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് സെറ്റ് ചെയ്യണം. ഞാൻ ആ ചെപ്പ് തുറന്നെടുത്തത് എന്താണെന്നല്ലേ, ഇതാണ് കാർഡമം. ഇത് എന്താ പറയുക, ചായ വയ്ക്കുമ്പോൾ എനിക്ക് ഇടണത് ഇഷ്ടമാണ് കേട്ടോ. ചായയിൽ ഇതിൻ്റെ ഫ്ലേവർ. സോ അതുകൊണ്ടാണ് ഇതെടുത്തത്. അപ്പോൾ ആ ചെപ്പ് തുറന്ന് തപ്പിക്കൊണ്ട് ഞാൻ എടുത്തത് ഇതാണ്. പിന്നെ ഇത് നമ്മുടെ ഷുഗറിൻ്റെ ബോക്സ് കഴിഞ്ഞു. അപ്പം അങ്ങനെ അപ്പം ഈ ചായ ഇഷ്ടം കാണാം. കറണ്ട് പോയി ഗൈസ്. നമ്മുടെ ഈ കാർഡമം ഇട്ടിട്ടുണ്ട്, ഏലക്കായ. കറണ്ട് വന്നു ഗൈസ്. നമുക്ക് ഷൂ ഇടാം. കുറേ നാളെ നോക്കണേ കൂടിപ്പോയാൽ ഇപ്പോൾ പ്രശ്നം. എത്ര ഇട്ടിട്ട് ആവശ്യം നോക്കാം. ഇനി ഇത് തിളയ്ക്കണം. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ചായപ്പൊടി ഉള്ളത് കേട്ടോ. സോ നമുക്കത് തുറന്നിട്ട് ഉണ്ടെങ്കിൽ എടുത്ത് ജസ്റ്റ് ഇച്ചിരി ഇവിടെ ആൾക്കാർ ഇച്ചിരി ഉള്ളതുകൊണ്ട് ഗൈസ് നമ്മുടെ ചായ സെറ്റായില്ല. നമുക്ക് മധുരം കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വെറുതെ ഞാനിപ്പോൾ ഇത് കുടിക്കുന്നവർ എന്തെങ്കിലും പറയും. അയ്യോ ഓക്കെ ഒരു അടിപൊളി എന്ന് പറയാനൊന്നും ഇല്ല, എന്നാലും കുഴപ്പമില്ല. കുറേ നാൾ കഴിഞ്ഞ് വെക്കണമല്ലേ. ഓഫ് ചെയ്യാം നമുക്ക്. എന്നിട്ട് ലേബേബി ടോളിടുന്നുണ്ട്. സോ ഞാൻ പോയി ലേബേബിനെ ഫീഡ് ചെയ്യുമ്പോഴേക്കും അമ്മ പുട്ടിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യും. സോ ഫീഡ് ചെയ്തിട്ട് വരാം. ഞാൻ കിച്ചണിലായതുകൊണ്ട് ഞാൻ ഡോറ് ക്ലോസ് ചെയ്തിട്ടിരിക്കുക. അവിടെ എനിക്കുണ്ടിരിക്കാം. പക്ഷെ അവളെ നോക്കട്ടെ എവിടെ ലേബേബി. അമ്മൻ്റെ ലേബേബി എവിടെയാ? ഐ നമ്മുടെ ലേബേബിക്ക് അവൾ ഓളിയും ബഹളം ഉണ്ടാക്കണതിന് മുന്നേ ഫീഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര വാശിയാണ് കേട്ടോ. അപ്പോൾ വാശി പിടിപ്പിക്കാൻ നിൽക്കാതെ ഫീഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആൾക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇങ്ങനെ കുറേ നേരം അവളുടേതായ ലാംഗ്വേജിൽ എന്തൊക്കെയൊക്കെയോ പറയും കേട്ടോ. നമുക്ക് കറക്റ്റ് മനസ്സിലാവുന്നില്ല. എന്നാലും അവൾ പറയുന്ന പോലെ ഞാൻ തിരിച്ച് അവളുടെ അടുത്ത് ഓരോന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അവളുടെ ഫീഡിങ്ങും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ ഞാൻ അവൾക്ക് ജസ്റ്റ് ഒന്ന് ബേപ്പ് ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ ബേപ്പ് ചെയ്തൊക്കെ കഴിയുമ്പോൾ അവൾക്കൊരു സമാധാനം കിട്ടും. ഫീഡിങ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നേരം ഞാൻ അവളെ പാമ്പർ ചെയ്യും. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അവളിങ്ങനെ കൊഞ്ചിച്ചുകൊണ്ടിരിക്കണത് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം അവളായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഇമോഷണൽ ബോണ്ടിങ് വരും എന്നൊക്കെയാണ് ഞാൻ വീഡിയോസിൽ കണ്ടിട്ടുള്ളത്. സോ ഫീഡിങ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് നേരം അവളെങ്ങനെ എടുത്ത് അവൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് അവളെ പിന്നെ അമ്മയുടെ കയ്യിൽ കൊടുക്കാറുള്ളൂ കേട്ടോ. ഇപ്പോൾ ഇപ്രാവശ്യം ഫീഡിങ് ഒക്കെ കഴിഞ്ഞ് ഗ്യാസൊക്കെ ബേപ്പ് ചെയ്ത് കളഞ്ഞപ്പം പുള്ളിക്കാരി ഉറങ്ങാനുള്ള മൂഡായിട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ക്രാഡിൽ കിടത്തി. അവൾക്ക് സമാധാനമായി തോന്നുന്നു വയറൊക്കെ നിറഞ്ഞപ്പോൾ. അപ്പോൾ പിന്നെ ക്രാഡിൽ അങ്ങനെ കിടത്തിട്ടോ. അപ്പോൾ സുഖമായി കിടന്ന് ഉറങ്ങാനുള്ള പ്ലാനാണ്. ഇനിയിപ്പോൾ നമ്മൾ ക്രാഡിൽ എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അവൾ പെട്ടെന്ന് എണീക്കും. അങ്ങനെ ഫീഡിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ കിച്ചണിലെത്തിയപ്പോൾ നമ്മൾ ചായ വയ്ക്കണതിൻ്റെ ഇടയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഈ
ബനാന സോട്ട് ചെയ്യണം കാര്യം. അപ്പോൾ ഇവളെ എണീറ്റുകൊണ്ട് പിന്നെ ഞാൻ അതവിടെ ഇട്ടിട്ട് പോയി. അപ്പം അമ്മ അതൊക്കെ സെറ്റ് ചെയ്യണുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പൂട്ടിനുള്ളതൊക്കെ ഇവിടെ ശരിയാക്കണുണ്ട്. അങ്ങനെ ഫുഡൊക്കെ സെറ്റായപ്പോൾ പിന്നെ ഞാൻ കഴിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. കാരണം ലേ എണീക്കണതിന് മുന്നേ ഇതൊന്നും കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ എയറിലായിരിക്കും ഇതൊക്കെ കഴിക്കേണ്ടി വരാം. അപ്പോൾ ഞാൻ വേഗം ഫുഡൊക്കെ കഴിക്കാമെന്ന്. ഞാൻ പറഞ്ഞല്ലോ പുട്ട് കഴിക്കാൻ എനിക്ക് വലിയ താല്പര്യമില്ല. പിന്നെ ഈ സംഭവം കഴിച്ചിട്ട് കുറേ ആയി. അപ്പോൾ പിന്നെ ഇത് കഴിക്കാൻ ഓർത്തു കേട്ടോ. ഹലോ ഗൈസ്, ബാഗിനെന്താ പറ്റിയേ? കീറിയ. അങ്ങനെ ഇവർ സ്കൂളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര അവരുടെ അന്നത്തെ കാര്യങ്ങളും മൊത്തം ഇങ്ങനെ കുറേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. നമ്മളതൊക്കെ കേൾക്കേണ്ടി വരും കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ നേരെ ട്യൂഷന് പോകും. പിന്നെ ട്യൂഷൻ കഴിഞ്ഞ് വന്നിട്ട് സഹിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ചായയോടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ലേ ബേബീനെ ഞാനിപ്പോൾ ഉറക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എൻ്റെ അടുത്ത പണിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ ഉറങ്ങി എണീക്കുമ്പോഴേക്കും പോയി മേല് കുളിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഈവനിങ് ഓയിലിട്ട് കുളിയൊന്നുമില്ല, ജസ്റ്റ് കുളിച്ചിറങ്ങലാണ്. അപ്പോൾ കുളിക്കണം അവൾ എണീക്കുമ്പോഴേക്കും. നമുക്കിനി കുളിച്ചിട്ട് ബാക്കി വിശേഷം കാണാം. സുന്ദരി ഭാവി കുഞ്ഞ് അമ്മയുടെ പൊന്നു, അമ്മയുടെ പൊന്നു ചക്കരേ, കുഞ്ഞാണ് എവിടെയാ? മമ്മിയുടെ കുഞ്ഞുമണി, മമ്മിയുടെ ചക്കര എവിടെയാ? അപ്പം ഞാൻ ഫ്രഷായി. ഇനി നമ്മുടെ ലേ ബേബിനെ ഒന്ന് കുളിപ്പിക്കണം, അവളെ ഫീഡ് ചെയ്യണം ഒക്കെ തന്നെ ഉള്ളൂ. പിന്നെ അങ്ങനെ വലിയ കാര്യമായിട്ട് വ്ളോഗ് എടുക്കാൻ മാത്രം ഒന്നും അങ്ങനെ ഇല്ല. എന്നാലും അവൾ ഉറങ്ങുമ്പോൾ 12:30-1 മണിക്കാവും. അപ്പോൾ അതുവരെയുള്ള അപ്ഡേറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിക്കാം. പ്രത്യേകിച്ച് അങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് ഒന്നുമില്ല. കാരണം എനിക്കിപ്പോൾ ഡെലിവറി കഴിഞ്ഞിരിക്കണോണ്ട് തന്നെ അധികം ആയിട്ടില്ല. അപ്പോൾ ഒന്നും ചെയ്യണമൊന്നുമില്ല. ബേബിനെ നോക്കുക, റെസ്റ്റ്, ബേബിനെ എടുക്കുക, ഫീഡ് ചെയ്യുക, റെസ്റ്റ്, ഇതൊക്കെ തന്നെയാണ്. കഴിഞ്ഞാ എന്നിട്ട് ചിക്കൻ മാരിനേറ്റഡ് ചിക്കൻ. അപ്പോൾ ഞാൻ കിച്ചണിൽ വന്ന് നോക്കിയപ്പോൾ അമ്മ നൈറ്റ് വൈകുന്നേരത്തേക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്നുണ്ട്, പിന്നെന്തോ കൂർക്ക ഉപ്പേരി വെച്ചിട്ടുണ്ട്, അപ്പോൾ പിന്നെ മീൻ കൂട്ടാനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഡിന്നർ എന്ന് പറയണത്. ഞാൻ ഉച്ചയ്ക്ക് വലിയ കാര്യമായിട്ട് ഫുഡൊന്നും കഴിച്ചില്ല. ഇന്ന് ചപ്പാത്തി വെച്ചിട്ട് എന്തോ ഒരു സംഭവം അഞ്ചും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ചുകൊണ്ട് എനിക്ക് വലിയ വിശപ്പുണ്ടായിരുന്നില്ല. പിന്നെ നൈറ്റ് ഫുഡ് കഴിക്കണം നേരം എനിക്ക് നല്ല വിശന്നു. അപ്പോൾ പിന്നെ ചോറാണ് കഴിച്ചേട്ടോ. അത് കഴിഞ്ഞിതാ നോക്കുമ്പോൾ ലേ ബേബി ഞാൻ ഫുഡ് കഴിച്ചാൽ എൻ്റെ ഫുഡൊക്കെ പെട്ടെന്ന് ഡൈജസ്റ്റ് ആവും. അപ്പോഴേക്കും അവൾ എണീറ്റിട്ടുണ്ടാവും. അവളിനി ഇവളെ ഉറക്കം എന്ന് പറയണത് ഇനി എപ്പോഴാണ് അവൾക്ക് മാത്രമേ അറിയുള്ളൂ ഗൈസ്. അവൾക്ക് മാത്രമേ അറിയുള്ളൂ അവൾ ഇനി എപ്പോൾ ഉറങ്ങുന്നുള്ളത്. അപ്പോൾ ഞാൻ എന്താ അവളിങ്ങനെ അവൾക്ക് ക്രാഡിൽ കിടക്കുമ്പോൾ ചിലപ്പോൾ ചില ടൈമിൽ വാശി പിടിക്കും. അപ്പോൾ ഞാനിങ്ങനെ കാലിൽ കിടത്തിയിട്ട് ഇങ്ങനെ ആട്ടി അങ്ങനെ കുറച്ച് നേരം ഇരിക്കും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും പപ്പ വന്നു കഴിഞ്ഞാൽ പിന്നെ പപ്പയും അമ്മയാണ് അവളെ ഫുൾ മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ അവൾക്ക് നൈറ്റ് നമ്മൾ ഉറങ്ങുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ മുമ്പത്തെ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതുപോലെ പാമ്പേഴ്സ് ഇട്ട് കൊടുത്ത് അവളെ ഫുൾ കവർ ചെയ്തിട്ടുള്ള ഡ്രസ്സ് ഇട്ട് കൊടുക്കും. അപ്പോൾ പിന്നെ കൊതു കടിക്കുക അങ്ങനത്തെ പേടിയൊന്നുമില്ല. ഇവളിങ്ങനെ മറ്റേ കൊതുകുവലയുടെ ഉള്ളിലൊന്നും കിടക്കില്ല കേട്ടോ. നമ്മളൊരു മോസ്കിറ്റോ ബെഡും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിലൊന്നും കിടക്കാനായിട്ട് സമ്മതിക്കില്ല. അവൾക്ക് എപ്പോഴും ഇങ്ങനെ ബെഡിൽ എൻ്റെ അടുത്ത് ഇങ്ങനെ കിടക്കണം, അല്ലെങ്കിൽ ക്രാഡിലാണ് പിന്നെ കിടക്കാറുള്ളത്. അപ്പോൾ പിന്നെ ഇതൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ. എൻ്റെ ലേ ബേബിക്ക് നേരം വെളുത്തു. ഇപ്പോൾ സമയം 1 മണി ആയിട്ടുണ്ട്. 1 മണി. ഉറങ്ങാനുള്ള ലക്ഷണമൊന്നുമില്ല അല്ലേ? ഉറങ്ങണില്ല അല്ലേ? ഗൈസ്, ഇപ്പോൾ 1 മണിയാണ് സമയം. 1 മണി. ഇവിടെ സിനിമ കണ്ടുകൊണ്ടിരിക്കുക. എനിക്ക് തോന്നുന്നു ഇപ്പോൾ പരസ്യം തോന്നുന്നു. ഏതാ മൂവിയാണോ? ഓക്കെ, പുതിയ മുഖം. ഈ മൂവിയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. വേറെ ആരുമല്ല, വലിയ ചാച്ചനാണ് കേട്ടോ. ലേ ബേബിയുടെ കരഞ്ഞു വിളിടുന്നുണ്ട്. ഞങ്ങളാരും ഉറങ്ങിയിട്ടില്ല.
നമ്മുടെ ലേ ബേബിക്ക് ഉറക്കമൊന്നുമില്ല, അവൾക്ക് നേരമൊക്കെ വെളുത്തു കേട്ടോ. അവൾ ഈ പറഞ്ഞ പോലെ അമേരിക്കക്കാരിയാണ്. ഇനി എപ്പോൾ ഉറങ്ങുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. അവൾ ഉറങ്ങണ ടൈമിൽ നമ്മളും കിടന്ന് ഉറങ്ങും. സോ ഇപ്പം ഒന്നും ഉറങ്ങാനുള്ള ലക്ഷണമില്ല എന്ന് മനസ്സിലായപ്പോൾ അവൻ്റെ കൂടെ ഞങ്ങളും ജോയിൻ ചെയ്ത് പുതിയ മുഖം കാണായിരുന്നു കേട്ടോ. സിനിമ കഴിയാറായിട്ടും പുള്ളിക്കാരിക്ക് വലിയ എന്താ പറയുക ഉറക്കവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഞങ്ങൾക്കൊക്കെ ഉറക്കം വന്നിട്ട് ഒരുമാതിരി അവസ്ഥയായിട്ടുണ്ട്. ഞാനൊക്കെ ഇപ്പോൾ ഇവിടെ കിടന്ന് ഉറങ്ങും എന്നുള്ള പോലെ ആയിട്ടുണ്ട് കേട്ടോ. കാരണം അത്ര നേരം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴേ നമ്മളും ടയർഡാവും. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, അവൾ ഉറങ്ങിയാലല്ലേ നമുക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ. അവളുണ്ടോ, അവൾ പ്ലേ ടൈമാണ്, ഇപ്പം ഒന്നും ഉറങ്ങാനുള്ള ഉദ്ദേശമില്ല. അപ്പോൾ കുറച്ച് നേരമായി അങ്ങനെ കാലിലാട്ടണു. ഇനി അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളിങ്ങനെ എടുത്തുകൊണ്ട് നടക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം ഇങ്ങനെ ഈ കൈയും കാലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കാണിക്കണം കേട്ടോ. ചിലപ്പോൾ എടുത്തിങ്ങനെ നടന്ന് ഉറങ്ങും, പക്ഷെ കുറേ കഴിയുമ്പോൾ നമ്മൾ ടയർഡാവും. അപ്പം ഞാനിങ്ങനെ പരമാവധി ഇങ്ങനെ ഇരുന്നിട്ടൊക്കെ ഉറക്കി പഠിപ്പിക്കാനായിട്ട് ട്രൈ ചെയ്യണം. കാരണം അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എന്നെ കഷ്ടപ്പെടേണ്ടി വരും. അപ്പോൾ കാലിലിങ്ങനെ കിടന്ന് ഇങ്ങനെ ആട്ടി കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഉറങ്ങും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ കണ്ടില്ല, ഇപ്പോൾ ഉറങ്ങിയില്ല. അപ്പോൾ അത്ര നേരം എൻ്റെ കയ്യിലിരുന്നു. അപ്പോൾ അമ്മ വേഗം എടുത്തുകൊണ്ട് പോയി, കാരണം എനിക്ക് തീരെ വയ്യാണ്ടായി തുടങ്ങി. അപ്പോൾ അമ്മ എടുത്ത് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ കുറച്ച് നേരം കിടന്നോ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നമ്മളിപ്പോൾ ഈ ഹോസ്പിറ്റലിൽ നഴ്സുമാർ ഷിഫ്റ്റ് മാറില്ലേ, അതുപോലെയാണ് ഞങ്ങൾ കേട്ടോ. അങ്ങനെ ഞാനിങ്ങനെ എനിക്ക് ഉറക്കം വന്നിട്ട് കണ്ണ് കടഞ്ഞു പോകണം. പക്ഷെ എന്താ ചെയ്യുക ഗൈസ്, ഇതൊക്കെ നമുക്ക് പറഞ്ഞിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ ഇവള് വലുതാവണ വരെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അപ്പം അങ്ങനെ ഈ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ലേ ബേബി ഉറങ്ങിയത് 3 മണിക്കാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷമാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കണത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈവനിങ് വ്ളോഗ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അടുത്ത നല്ല വീഡിയോസ് ആയിട്ട് കാണാം. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.